ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മള് ഞാനിപ്പോ തച്ചപ്പള്ളി പാലത്തിന്റെ അവിടെയാണ് കേട്ടോ. ഞാൻ തപ്പുവിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയാണ് വന്നത്. നമ്മള് ഇറങ്ങിയ പ്ലാനിങ് ഒന്നും നടന്നില്ല. ഞാൻ തപ്പിന്റെ അടുത്ത് കാർ എടുത്ത് വരാനായിരുന്നു കേട്ടോ പറഞ്ഞേ, പക്ഷെ ആള് സ്കൂട്ടി ആയിട്ടാ വന്നേ. പോരാത്തതിന് മഴയും, ഇപ്പൊ മഴയത്തൊക്കെ പോയിട്ട് ആകെ ഇടങ്ങേറായി. ഇപ്പൊ നമ്മള് ആളവിടെ ഇരിക്കണുണ്ട്. തപ്പ് കുറച്ച് മാറിയിട്ടിരിക്കണത്. ഞാൻ ഇപ്പുറത്തോട്ട് നീങ്ങി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ എന്തോ കാര്യമായിട്ട് പണിയിലാണ്ട്. അതപ്പന്റെ വർക്ക് കഴിഞ്ഞിണ്ടായില്ല, ഞാൻ ഹൈഡ് ചെയ്ത് കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ കൊടുക്കട്ടെ കേട്ടാ, കാണിച്ചരാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഗൈസ്, ഇവിടെ തൊട്ട് ഇനി പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആവുന്നതാണ് കാണാൻ പോണത്. കാർ എടുക്കായിരുന്നു, അപ്പൊ നമ്മള് ശരിക്കും ഞാൻ കാർ എടുത്ത് വരാനാട്ടോ പറഞ്ഞിരുന്നേ, പക്ഷെ തപ്പോ സ്കൂട്ടി എടുത്തിട്ടാണ് വന്നത്. പോരാത്തതിന് മഴയും. അയ്യോ മഴ 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 മഴ. അവരാണെങ്കിൽ ഞാനൊരു കണക്കിന് നോണയൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. മഴയും കൂടെ പെയ്തപ്പോ ഒരു കണക്കിന് അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചത് കേട്ടോ. ആകെ നനയാറാവണ അവസ്ഥയായി കേട്ടോ. കാരണം ഞാൻ കാറിന് വരാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ക്യാമറയും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഫോഴ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല, എന്തെങ്കിലും ഡൗട്ട് അടിച്ചാലോ എന്ന് വെച്ചിട്ട്. അങ്ങോട്ടാണെന്ന് തോന്നുന്നു മഴ പെയ്യണേ. അടിപൊളി മഴ കേട്ടോ. മൂഞ്ചിതി ഒരു പേടൊക്കെ എടുത്തിട്ടാണ് അപ്പൊ വന്നത്. തീരെ പറ്റാതായപ്പോൾ നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ കയറി നിന്നു കേട്ടോ. അത്രയും നല്ല പെരുമഴയായി. അങ്ങനെ ഞാൻ കാർ എടുക്കാണ്ടായപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ബി സെറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ബീച്ചിലെങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു. അതും മഴ കൊണ്ടുപോയി. മഴയത്ത് വെറുതെ ബീച്ചിൽ പോയിട്ട് കാര്യമില്ലല്ലോ, എല്ലാം വെള്ളത്തിലായി ഗൈസ്. ഫൈനലി മഴ ഒന്ന് ഒതുങ്ങിട്ടോ. അങ്ങനെ ഞങ്ങള് തച്ചപ്പള്ളി പാലത്തിന്റെ അടുത്തേക്ക് പോവാന്ന് ഒരു പ്ലാൻ ഇട്ടങ്ങായിട്ട് അങ്ങോട്ടേക്ക് പോയി. കാരണം നല്ല മഴ, അടുത്ത മഴയ്ക്കുള്ള ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി വേഗം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ. സുന്ദരനായിണ്ടല്ലോ. അപ്പന് ബ്ലാക്ക് ഷർട്ട് നല്ല ഭംഗിയാണ് അല്ലേ പൂസേ? ക്യാമറയിലേക്ക് നോക്ക്. ഇന്നെന്താ പ്രത്യേകത? ഇന്നെന്തിട്ട് പ്രത്യേകത? പിറന്നാള് എന്റെ. എത്ര വയസ്സായി? 25. അശ്ശീ, മുതുക്കനായി മുതുക്കൻ. ഇച്ചിരി നേരം ഫോൺ എടുത്ത് വെക്കേ. തീർക്കണ്ടേ കാര്യങ്ങള്, വീട്ടിൽ പോയിട്ട് ചെയ്യാം. പോയി ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്തുട്ടാ ഗിഫ്റ്റ് അല്ലേ? എന്തുട്ടാ ഗിഫ്റ്റ്? ഗസ് ചെയ്. അതെങ്ങനെ മനസ്സിലായി? വേറൊന്നുമില്ലല്ലോ. ഫേസ് നോക്കട്ടെ. കാണിക്ക്, ക്യാമറയിൽ കാണിക്ക്. ഇഷ്ടപ്പെട്ടാ? മുഖം അങ്ങോട്ട് തെളിഞ്ഞില്ലല്ലോ. ഭംഗിയുണ്ട്. ഉറക്ക സംസാരിക്കേ. എന്റെ അടുത്ത് ഞാൻ മൈക്ക് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് മേടിച്ചൊന്നുമില്ലല്ലോ. വണ്ടിക്ക് പോണം. ഉറക്ക സംസാരിക്കേ. ഇഷ്ടപ്പെട്ടോ? ആടി ഭംഗിയുണ്ട്, രസമുണ്ട്. നാളെ വരെ നാളെ വരുമോ? കറക്റ്റ് ഇഷ്ടപ്പെട്ടോ? ഒരു സാധനം കൂടി ഉണ്ട്. എന്നിട്ടായിരിക്കും ഗസ് ചെയ്. ഐഡിയ ഇല്ല, എന്തെങ്കിലും ഗസ് ചെയ്. എന്തോ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. ബാക്ക് ഭാഗം കാണുന്നുണ്ട്. ഫോട്ടോ. എന്ത് ഫോട്ടോ? അത് എനിക്കറിയില്ല. നമ്മുടെ ഫോട്ടോ ആയിരിക്കണം. ഉറപ്പാ? ഇഷ്ടപ്പെട്ട? ഇത് ഭംഗി.
എൻഗേജ്മെന്റ് ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്ക ക്യാമറയില്. അന്ത മൂഞ്ചിതാ ഇന്ത മൂഞ്ചി അന്ത മൂഞ്ചി കാണിച്ചു കൊടുക്കപ്പോ നാക്കട്ടെ മുഖം കാണിക്ക്. ഇഷ്ടപ്പെട്ടാ? ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. അത് ഊരാൻ പറ്റില്ല, ബാക്കിൽ സ്ക്രൂ ഇട്ട് മുറുക്കിയതാ. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. ഇങ്ങനെ ഇട്ടിക്ക്. മൈ ഹാർട്ട്. ഇപ്പൊ തന്നെ കഴിക്കുന്നേ. എന്റെ ഹാർട്ടിനെ പിച്ച് ചിന്തി ഗൈസ്. ഓ പടക്കമാണല്ലേ, ഞാൻ ഒരു ചിടിയാണ്. ഇങ്ങനൊരു സാധനം കൂടി ഉണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഗിഫ്റ്റ് ഒക്കെ എടുത്തു വെച്ചു. എനിക്ക് വേണ്ട, കഴിച്ചോ. പറയാൻ കാത്തിരുന്നു. പറ എന്റെ ഗിഫ്റ്റിനെ പറ്റി. നല്ല ഗിഫ്റ്റ് ആയിരുന്നു. 2 വാക്ക് പറ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, സർപ്രൈസ് ആയിരുന്നു. പിന്നെന്താ, നല്ല പോലെ കിട്ടണല്ലേ. ഇനി എന്നെ പറ്റി 2 വാക്ക്. ഒന്നും പറയാനില്ല. പറ. ഒന്നും പറയാനില്ല. ഇവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. പൊളി. ഇത് ഞാൻ ഓൾറെഡി ഇവിടത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, തച്ചപ്പള്ളി പാലം. അന്വേഷിച്ചിട്ട് കാര്യമില്ല, വ്ളോഗ് തിരിയുന്ന്. ഇതിനൊരു റേഷ്യോ ഉണ്ട്. അപ്പൊ എന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്തിട്ട് പറയാനുള്ളത്? അപ്പൊ തന്നെ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്നേ. എന്റെ ഡ്രൈവിങ്ങിനെ പറ്റി 2 വാക്ക് സംസാരിച്ചേ. പഠിച്ചിട്ടില്ല. എന്നിട്ടാണോ താൻ എന്റെ ബാക്കിലെത്തിയ? എന്താ ചെയ്യാ, ഭയങ്കര ഞാനും ഗട്ടറുകളുമായിട്ടുള്ള ബന്ധം പറഞ്ഞോട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അത് കഴിഞ്ഞ് റോഡ് സൈഡിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് സവാള വടയും ചായയും കുടിച്ചു കേട്ടോ. ഫൈനലി നമ്മൾ വീട്ടിലെത്തിട്ടോ. ടാറ്റ പറ. ടാറ്റ, ബൈ ബൈ. ടാറ്റ പറ. ബൈ പറ. പോട്ടെ.